നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിന് കൊടുത്ത സ്യൂട്ടുകളെല്ലാം വൻ പരാജയമായി മാറി. പീറ്റർ പാർക്കർ ആകെ നിരാശയിലാണെന്ന് മനസ്സിലാക്കിയ നോർമൻ ഓസ്ബോൺ അവനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, താൻ നിർമ്മിച്ച സ്യൂട്ടുകളൊക്കെ പരാജയമായെങ്കിലും അവസാനമായിട്ട് ഒരൊറ്റ സ്യൂട്ട് കൂടെ നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിന് പരിചയപ്പെടുത്തുന്നു. ഇതുവരെ തന്റെ മാത്രം ഇഷ്ടം നോക്കിയാണ് നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിന് വേണ്ടി സ്യൂട്ടുകൾ ഡിസൈൻ ചെയ്തതെങ്കിൽ ഈ പ്രാവശ്യം പീറ്റർ പാർക്കറിന്റെ ആഗ്രഹം പോലെ സ്പൈഡർമാൻ എന്ന പേരിന് അനുയോജ്യമായ ഒരു പുത്തൻ സ്പൈഡർമാൻ സ്യൂട്ട് നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിന് സമ്മാനിക്കുന്നു. ഒട്ടും സമയം പാഴാക്കാതെ നോർമൻ ഓസ്ബോൺ സമ്മാനിച്ച ഏറ്റവും പുതിയ സ്പൈഡർമാൻ സ്യൂട്ട് ഇട്ടുകൊണ്ട് ന്യൂയോർക്ക് സിറ്റി മൊത്തം കറങ്ങി നടക്കുന്ന പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുന്നു. മില മസാരിക്, മിഖായൽ സിസേവിച്ച്, ഡിമിത്രി, റോക്സാന വോൾക്കോവ് എന്നിവർ എവിടെയോ റോബറി നടത്തി പോലീസുകാരെയും വെട്ടിച്ച് റോഡിലൂടെ ഒരു വാനിൽ അതിവേഗത്തിൽ പോകുന്നു. റോഡിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ജനങ്ങളെ അപകടത്തിലാക്കിയാണ് അവർ അതിവേഗത്തിൽ യാത്ര തുടരുന്നത്. അവരെ പിന്തുടരുന്നതിൽ അർത്ഥമില്ലെന്നും അപകടത്തിൽ പെട്ടേക്കുന്നവരെ രക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ തന്റെ ദൗത്യമെന്നും വിശ്വസിക്കുന്ന സ്പൈഡർമാൻ എല്ലാവരെയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതേ സമയത്ത് അതിവേഗത്തിൽ പൊക്കോണ്ടിരിക്കുന്ന റോബേർട്സിന് തങ്ങൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെ മില മസാരിക്ക് ആ വാനിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നു. പെട്ടെന്ന് തന്നെ റോബേർട്സിനെ പോലീസ് വളയുന്നു. അതെ, ആ റോബേർട്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതേ സമയത്ത് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ സന്തോഷത്തിൽ ഓസ്കോർപ്പിലേക്ക് എത്തിയ പീറ്റർ പാർക്കർ മാസ്ക് ഊരുമ്പോൾ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് ഹാരി ഓസ്ബോൺ മനസ്സിലാക്കുന്നു. റോബറി നടത്തിയപ്പോൾ കിട്ടിയ പണവുമായിട്ട് മില മസാരിക്ക് ഒരു വെയർഹൌസിലേക്ക് പോകുന്നു. അവിടെ അവളെ കാത്തിരുന്നത് മറ്റാരുമല്ല, ഡോക്ടർ ഓട്ടോ ഒക്ടേവിയസ് ആയിരുന്നു.